കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും വെള്ളിത്തിരയിലേക്ക്. സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയത്തിനുള്ള അനുമതി ബി.ജെ.പി. ഉന്നത നേതൃത്വം നൽകിയെന്നാണ് വിവരം. ഔദ്യോഗിക അനുമതി ഉടനുണ്ടാവും. 8 ദിവസമാണ് ആദ്യ ഷെഡ്യൂളിൽ അനുവദിച്ചിരിക്കുന്നത്. സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി താടി വളർത്തി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റെടുത്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനത്തിനായി അഭിനയം ഒഴിവാക്കാൻ കഴിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ മാസങ്ങൾ കാത്തിരുന്നിട്ടും ഇക്കാര്യത്തിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം അനുകൂല തീരുമാനമെടുത്തിരുന്നില്ല. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിന് ആവശ്യമായ വിധത്തിൽ താടി സുരേഷ് ഗോപി വളർത്തിയിരുന്നു. അനുമതി അനിശ്ചിതത്തിലായ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം അദ്ദേഹം താടി ഉപേക്ഷിച്ചു. ചിത്രീകരണം തിരുവനന്തപുരത്താണ്. സുരേഷ് ഗോപിയുടെ ഷൂട്ടിംഗ് 29-നാണ് തുടങ്ങുക. ജനുവരി 5 വരെയാണ് അനുമതി. ഈ ദിവസങ്ങളിൽ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരമാവധി ഭാഗം ചിത്രീകരിക്കും. കഴിഞ്ഞ മാസമായിരുന്നു സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം അനുമതി നിഷേധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. മന്ത്രി പദവിയിൽ ശ്രദ്ധിച്ചു മുന്നോട്ടു പോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയെന്നായിരുന്നു വിവരം. സുരേഷ് ഗോപി മണ്ഡലത്തിലും ഓഫീസിലും ശ്രദ്ധിക്കാനാണ് നേതാക്കൾ നിർദ്ദേശിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഏറ്റെടുത്ത സിനിമകൾ ഉടൻ പൂർത്തിയാകില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. നേരത്തെ സിനിമാ അഭിനയം തുടരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരുന്നു. എന്നാൽ ഇതിന് അനുമതി നിഷേധിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് കാലം മുതൽ ശ്രദ്ധയോടെ കൊണ്ടുനടന്ന താടി സുരേഷ് ഗോപി വടിച്ചത്. ഒറ്റക്കൊമ്പൻ സിനിമ ഉടൻ യാഥാർത്ഥ്യമാകില്ലെന്ന സ്ഥിതിയിലാണ് രൂപമാറ്റം. സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ ഹൈലൈറ്റാണ് താടിയെന്ന് നടൻ തന്നെ പറഞ്ഞിരുന്നു. താടിയില്ലാത്ത ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ട് മാറ്റമില്ലാത്തത് മാറ്റത്തിനാണ് എന്ന് അദ്ദേഹം കുറിച്ചിരുന്നു. കൂടാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു. G7 ഉച്ചകോടിയിലെ പ്രതിനിധി സംഘത്തിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം പാർലമെന്റ് സമ്മേളനത്തിലെ മസ്റ്ററിംഗ് ചുമതലയും സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചിരുന്നു. കേരളത്തിലെ വഖഫ് വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി ദില്ലിക്ക് വിളിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലെത്തിയ സുരേഷ് ഗോപിയെ നേരിൽ കണ്ടാണ് പ്രധാനമന്ത്രി അധിക ചുമതല നൽകിയത്. എന്നാൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ചിരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറ്റലിയിലെത്തിയ സുരേഷ് ഗോപി ഈജിപ്തിന്റെ ടൂറിസം മന്ത്രിയായി ചർച്ച നടത്തി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ സഹായകരമായി ചില ഐഡിയകൾ പരസ്പരം പങ്കുവച്ചുവെന്നും വ്യക്തമാക്കിയിരുന്നു. ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സിയോണ ടൗൺ മേയറുടെയും മറ്റു പ്രതിനിധികളെയും സന്ദർശിച്ചിരുന്നു. തുടർന്ന് ഫ്ലോറൻസിൽ നടന്ന ടൂറിസം മന്ത്രിമാരുടെ മീറ്റിംഗിലും അദ്ദേഹം പങ്കെടുത്തു. ലോക നേതാക്കൾക്കൊപ്പം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായതിൻ്റെയും അവരുടെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാക്കുന്നതും കാണാൻ സാധിച്ചതിൻ്റെയും സന്തോഷവും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിപ്പായും ചിത്രങ്ങളായും പങ്കുവച്ചിരുന്നു. പിസ ഗോപുരം സന്ദർശിച്ചതിൻ്റെയും ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഷെയർ ചെയ്തത്. ഇതോടെയാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ വീണ്ടും അനുമതി നൽകിയിരിക്കുന്നത്. അതേസമയം കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇരിക്കെ തന്നെ മറ്റ് 4 ചിത്രങ്ങളിൽ കൂടി ഒപ്പുവെച്ചിരുന്നു താരം. സിനിമാ ചിത്രീകരണവും മന്ത്രിയുടെ ചുമതലകളും ഒരേ സമയം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യത്തിന് സിനിമയില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നാണ് സുരേഷ് ഗോപി അന്ന് മറുപടി നൽകിയത്. സിനിമാ സെറ്റുകളിൽ മന്ത്രിയായി പ്രവർത്തിക്കാനുള്ള ഇടവും ഒരുക്കിത്തരണമെന്ന് നിർമ്മാതാക്കളോടും അദ്ദേഹം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.